ഇങ്ങനെ ഭയങ്കര ഫാസിസ്റ്റുകളായിരുന്നു നമ്മളെ ബ്രിട്ടീഷുകാർ. ഗാന്ധി സമരം ചെയ്യാൻ വേണ്ടി ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടന്നപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയിട്ടു. അവരാമാന്യത കാണിച്ചു. ഈ ഗവൺമെൻറ് അത് കാണിക്കത്തില്ല. ഞാൻ അവരോട് തമാശ രൂപേണ പറഞ്ഞതാ, നിങ്ങളിവിടെ കിടന്ന് നിരാഹാരം കിടന്നാൽ നിങ്ങളുടെ ആരോഗ്യം പോവും. നിങ്ങളിവിടെ കിടന്ന് എത്ര നശിച്ചാൽ ഇതൊന്നും ഇവിടുത്തെ ഗവൺമെൻറ് കാണാൻ പോകുന്നില്ല. അവന് തടസ്സം ഉണ്ടാവണം, അധികാര കസേരയിലിരിക്കുന്ന ഒരുവന് തടസ്സം ഉണ്ടാവണം. മത്സരിക്കേണ്ടത് ഞാനാണെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും കയറി മത്സരിക്കാം. പാർട്ടിയാ തീരുമാനിക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനെ അതിനെ കുറിച്ച് അറിയത്ത പോലുമില്ല. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ഏത് പാർട്ടിയാന്ന് തന്നെ ആർക്കും അറിയാൻ വയ്യ. എങ്ങനെ താൻ ഇത് ഏത് ലോകത്താ? പിന്നെ ഞാൻ എന്താ പറയുന്നത്? അയ്യോ, ഞാനിട്ട പോസ്റ്റ് ഒന്നുമല്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആരോ എന്നോട് കൊട്ടാരക്കരയിൽ അടുത്ത BJP MLA എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് കമന്റ് ഇട്ടു. വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. ഞാൻ അടിയിൽ അവന് പരിഹസിച്ചുകൊണ്ട് മറുപടി കൊടുത്തതാണ്, ഞാൻ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് BJP പോയില്ല, എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഭയങ്കര ധൈര്യശാലി. ആൺകുട്ടികളായാൽ അങ്ങനെ വേണം. ഒരു രാഷ്ട്രീയ പാർട്ടി പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവും ഇല്ലാത്ത ഈ രാജ്യത്ത് ഞാൻ പോകാത്തതിനൊരു കാരണമില്ലേ? ഇതാര് മഹാത്മാഗാന്ധിയുടെ അവതാരം? അപ്പൊ അത് എന്തോ ഒരു കാരണം എന്നെ BJPയിലേക്ക് അടുപ്പിക്കുന്നില്ല. ആ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ BJPയിലേക്ക് പോകാത്തത്. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. പക്ഷെ അതേ സമയം തന്നെ ഇനി എനിക്ക് BJPയിൽ പോകുന്നതാണ് നിന്റെ ആവശ്യമെങ്കിൽ, കൊട്ടാരക്കര എന്ന് പറയുന്നത് 75% ഹിന്ദുക്കളുള്ള ഒരു പൂശ വെച്ചോണ്ടല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 40,000 വോട്ട് കിട്ടിയ BJPയെ പോലെ രാഷ്ട്രീയ പാർട്ടിക്ക് ജയസാധ്യതയുള്ള, കോൺഗ്രസിൽ ഒരുപാട് വിള്ളലുകളുള്ള ഒരു പ്രദേശമാണെന്ന് അറിയാം. എനിക്ക് നേരത്തെ അറിയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമായിരുന്നല്ലോ. ഇലക്ഷനിൽ മത്സരിച്ച ആളല്ലേ. അപ്പൊ എനിക്കിതൊക്കെ അറിയാമല്ലോ. പക്ഷെ എന്നിട്ട് ഞാൻ എന്താ ഈ 2 വർഷമായിട്ടും BJP വേദികളിലോ BJPയുടെ ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തത്? നമ്മുടെ ഉള്ളിലൊരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ്. വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ, അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾ വേദനിക്കപ്പെടരുതെന്ന് ഞാൻ തീരുമാനമെടുത്തുകൊണ്ടാണ്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. രാമക്ഷേത്രത്തിന്റെ പരിപാടിയിൽ എനിക്ക് അവിടെ നിന്ന് അക്ഷതം കൊണ്ട് തന്ന സമയത്ത്, എന്നെ അവിടേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ പോയില്ല. ഇത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? ഞാനൊരു സംഭവം തന്നെയല്ലയോ. പോകാഞ്ഞതിന്റെ കാരണം, ഞാനൊരു ഹൈന്ദവവാദിയാണ്, ഞാനൊരു ഭാരതീയനാണ്, ഞാൻ എന്റെ സംസ്കാരത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. പക്ഷേ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ മുറിവായ ഒരു പ്രദേശത്ത് എന്നെ സ്നേഹിച്ച, എനിക്ക് വോട്ട് നൽകി ജയിപ്പിച്ച വലിയൊരു മുസ്ലിം സമൂഹം കൂടി ഉണ്ടെന്നും അവർക്കൊരു വേദന ഉണ്ടാവരുതെന്നും ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ അവിടെ പോയി നിന്നിട്ട്, താണ്ട്രാ നിന്റെയൊക്കെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പണിഞ്ഞേക്കുന്ന രാമക്ഷേത്രത്തിൽ ദാനിക്കുന്ന അഖിൽമാരാർ എന്ന് കാണിച്ചാൽ അതൊരുപാട് പേർക്ക് വേദനയുണ്ടാവും. എന്നെ സ്നേഹിച്ചവർക്കൊരു വേദനയായി മാറും. അതുകൊണ്ടാണ് പോകാഞ്ഞത്. നീ ഇത്ര മണ്ടനായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. അല്ലാതെ അമ്പലത്തിൽ പോകാത്ത ആളല്ലല്ലോ. അമ്പലത്തിലൊക്കെ പോവും. പക്ഷെ മറ്റൊരാൾക്ക് വേദന ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് പോയി നിന്ന് കാണിക്കുന്നത് ഇതെന്റെ കാഴ്ചപ്പാടാണ്. ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കറിയില്ല. ഞാനത് കമന്റിന് ആരുടെയോ കമന്റിന് പരിഹാസ രൂപേണ കൊടുത്തൊരു മറുപടി മാത്രമാണത്. മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. രാഷ്ട്രീയത്തിൽ സജീവമാണ്. ഞാൻ നേരത്തെയും പല ജനകീയ വിഷയങ്ങൾ ഇടപെടുന്നുണ്ട്. രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഞാൻ വിശ്വസിക്കില്ല. മഹിയായിട്ട് പറഞ്ഞാൽ എന്റെ വാക്ക് പഴയ ചാക്കും. ഞാൻ ഇന്നിവിടെ വന്നത് അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തിയായിട്ടാണ് വന്നത്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരടുത്തേക്ക് ഇവരുടെ ആവശ്യം എത്തിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ വന്നത്. പോയടാ നിന്നെ പോലെ ഈ TV-കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാ. ചെല്ല്. അതിലുപരി കേരളത്തിലെ കപട പുരോഗമന സ്ത്രീപക്ഷവാദികൾക്ക് അവർ സ്വയം ചിന്തിക്കണം. നിങ്ങൾ ആ 28,000 സ്ത്രീകളുണ്ട് ആശാവർക്കർമാരായിട്ട്. അവരുടെ ഒരു ആവശ്യം ഇവിടെ വരുന്ന സമയത്ത് എവിടെ പോയി ഈ സ്ത്രീപക്ഷവാദികൾ എന്നുള്ള കാര്യം ആലോചിക്കണം. ഈ കാക്കമധുവിനെ കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം. നിന്റെ പുരയിടം മുഴുവനും തൂറി നാറ്റിക്കും. ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് കുറെ സംസാരിക്കുന്നതൊന്നും അല്ല. ഇറങ്ങി മണ്ണിലോട്ടിറങ്ങ്. നിങ്ങൾക്ക് സ്ത്രീകളെ കാണാം. അവർ യഥാർത്ഥ അവിടെ നിൽക്കുക. അതാരും കാണുന്നില്ല. ആർക്കും കാണാൻ താല്പര്യമില്ല. ഞാൻ അവരോട് തമാശ രൂപേണ പറഞ്ഞതാ, നിങ്ങളിവിടെ കിടന്ന് നിരാഹാരം കിടന്നാൽ നിങ്ങളുടെ ആരോഗ്യം പോവും. നിങ്ങളിവിടെ കിടന്ന് എത്ര നശിച്ചാൽ ഇതൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് കാണാൻ പോകുന്നില്ല. മർമ്മം നല്ല ഫോമിലാണല്ലോ. അവന് തടസ്സം ഉണ്ടാവണം,
അധികാര കസേരയിലിരിക്കുന്ന ഒരുവന് തടസ്സം ഉണ്ടാവണം. എന്ത് രസായിരിക്കൂലേ? അപ്പോൾ മാത്രമേ അവന്റെ തടസ്സം മാറ്റാൻ അവൻ മുന്നിട്ട് വരൂ. അങ്ങനല്ലേ? നമ്മൾ പോകുന്ന വഴിയിൽ ഒരുത്തന് സൈഡിൽ നമ്മളെ ഒന്നും ചെയ്യാതൊരു സൈഡിൽ കിടക്കുക, അവനവിടെ കിടന്ന് ചത്തോട്ടേന്നേ വിചാരിക്കൂ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. എങ്ങനെ 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 താൻ ഇത് ഏത് ലോകത്താ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഭയങ്കര ഫാസിസ്റ്റുകളായിരുന്നു നമ്മളെ ബ്രിട്ടീഷുകാർ. ഗാന്ധി സമരം ചെയ്യാൻ വേണ്ടി ട്രെയിനിന്റെ ഫ്രണ്ടിൽ വന്ന് കിടന്നപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയിട്ടു. അവർ ആ മാന്യത കാണിച്ചു. ഈ ഗവൺമെന്റ് അത് കാണിക്കത്തില്ല. ഇതുങ്ങൾ ഈ ഇപ്പം നാളെ മന്ത്രിമാരുടെ വാഹനത്തിന്റെ മുന്നിൽ ഇവർ പോയി കിടന്നാൽ പോലീസുകാരെ കൊണ്ട് അടുപ്പിക്കുകയോ വണ്ടി കയറ്റി ഇറക്കട്ടെ എന്ന് ചിന്തിച്ചു പോകും. ബ്രിട്ടൻ ഇത് ചെയ്തില്ല. ബ്രിട്ടൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമരത്തിൽ ഗാന്ധി തീർന്നേനെ. എന്താ? അപ്പൊ ആ മനോഭാവം പോലും ഇല്ല. നമ്മൾ ആർക്കെതിരെയോ ഒരു കാലത്ത് പോരാടി നമ്മളിവിടെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ട് ഇന്ന് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ അതിനെക്കാട്ടിയും വലിയ ഫാസിസ്റ്റായിട്ട് കണ്ടുകൊണ്ട് ഒരുപറ്റം ജനങ്ങൾ സമരം ചെയ്യുക. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത് ചെയ്താലും വെയിറ്റില്ല. എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ എന്നൊക്കെ വാങ്ങിച്ചോണ്ടെന്നറിയോ? അവർ പറഞ്ഞോ അവർക്ക് ഒരു ദിവസം 10,000 രൂപ എന്ന് പറഞ്ഞോ? അവർക്ക് ആഡംബരമായിട്ട് ജീവിക്കാനാന്ന് പറഞ്ഞോ? അവർക്ക് ലക്ഷറി കാർ വാങ്ങാനാന്ന് പറഞ്ഞോ? അവർക്ക് ആഡംബര വാഹനങ്ങൾ നിർമ്മിക്കാനാന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ജീവിക്കാനാണെന്ന്. 500 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസം അവന്റെ ജീവിക്കാനുള്ള പണമാണ്. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം കേൾക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനാണോ? ഭരണാധികാരി മാറ്റിവെക്കും. മനുഷ്യനാണോ? നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരുവന്റെ വേദന കണ്ടിട്ട് നമുക്ക് വേദന തോന്നിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇവരുടെ ആ മുട്ടയടിച്ച അമ്മയുടെ അത് കണ്ടപ്പം എനിക്ക് തോന്നിയ വേദനയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. അല്ലാതെ അഖിൽമാരാർക്ക് ഇനി ഇത് ഇവിടെ വന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ അത്യാവശ്യം വിഷയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇതിന് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ആരും അറിയാതെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. എല്ലാം തകർന്നു. ഇതുപോലുള്ള ബൂർഷാസികളെ തലവെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ അവനോട്ടും ചെയ്യട്ടോ. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പക്ഷെ ഇത് ആൾക്കാർ അറിയണം. കാര്യം നമ്മളിലൂടെ ആൾക്കാർ അറിയുമ്പോഴേ ഇവരുടെ വേദന ആൾക്കാർ അറിയൂ. അങ്ങനെ കാണുമ്പോൾ മാത്രമേ അതിന് പ്രതിപക്ഷ പാർട്ടികൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രയോജനം ഉണ്ടാവും. അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങുന്നത്. ഇപ്പം BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ. BJPക്ക് ഇവിടെ ശബരിമലയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി BJP പോകാറില്ലേ? എന്താ പാവങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങാത്തത്? ഈ അമ്പലവും പള്ളികളും ഒക്കെ പണിയാൻ നടക്കുന്നതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യനെന്ന് ആലോചിക്കണം. ആദർശവാദി. മനുഷ്യന്റെ പ്രശ്നം എന്താ മുൻഗണന കൊടുക്കാത്തത്? ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിന് കൊടുക്ക്. പൊട്ടന്മാര് ലോക പൊട്ടൻ. ദൈവങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്, മതങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്, മനുഷ്യനെ സംരക്ഷിക്കാൻ ആരുമില്ല. ദൈവങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്, മതങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്, മനുഷ്യനെ സംരക്ഷിക്കാൻ ആരുമില്ല.